ചെന്നൈയിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. കുപ്രസിദ്ധ ഗൂണ്ടാ നേതാവ് കാക്കത്തോപ്പ് ബാലാജി പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 5 കൊലപാതക കേസുകൾ ഉൾപ്പെടെ 59 കേസുകൾ ഇയാൾ പ്രതിയാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും തത്സമയം ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. 3 മാസത്തിനിടെ രണ്ടാം ഏറ്റുമുട്ടൽ കൊലപാതകമാണ് ഇപ്പോൾ ചെന്നൈയിൽ പോലീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കാക്കത്തോപ്പിൽ ബാലാജിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിന് വലിയ തലവേദനയായിരുന്നു. 36-കാരനായ ഇദ്ദേഹം 59 കേസുകളിൽ പ്രതിയാണ്. അതിൽ 5 കൊലപാതക കേസുകൾ, 12 കൊലപാതക ശ്രമങ്ങൾ, പ്രമുഖരെ അടക്കം തട്ടിക്കൊണ്ടുപോയ കേസുകൾ, അങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. ഇയാൾക്ക് രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം തണലും താങ്ങുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ പോലീസിന് വലിയ തോതിൽ ഇയാളെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾ പുളിയാൻതോപ്പിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നൊരു വിവരം പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ പോലീസ് അവിടെ എത്തുകയും ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസിന്റെ ഭാഷ്യത്തിൽ ഇയാൾ തിരിച്ച് പോലീസിനെ ആക്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു എൻകൗണ്ടർ അഥവാ വെടിവെപ്പ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ സ്റ്റാൻലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ശരീരത്തിൽ എത്ര വെടിയുണ്ടകളുണ്ട്, ഏത് തരത്തിലുള്ളൊരു കൊലപാതകമായിരുന്നു എന്നതിലടക്കം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും 3 മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു എൻകൗണ്ടർ കൊലപാതകം ഉണ്ടാകുന്നത്. ഇതിനെ ആശങ്കയോടെ കാണണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഇപ്പോൾ ആരോപിക്കുന്നത്. അത്തരത്തിൽ ഒരു കൊലപാതകം കൂടി, എൻകൗണ്ടർ കൊലപാതകം കൂടി ചെന്നൈയിൽ ഉണ്ടായിരിക്കുന്നു. SKN. താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ്.